നാം ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗത്തു നിന്ന് നമ്മൾ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ വേദഭാഗത്ത് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. യേശു ആരാണ് എന്നതും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നതും ലോകം അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന സന്ദർഭങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാറ്റും കോളും നിറഞ്ഞതായിട്ടുള്ള കടലിൽ പടക് മുങ്ങുമാറോളം പടകിനെ ഉലച്ചതായുള്ള അവസരത്തിൽ കർത്താവെ ശാന്തമായിരിക്കുക എന്ന് കടലിനോട് പറയുകയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്തതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യേശുവരോട് ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭീരുക്കളായത് എന്തിനാണ്? അവിശ്വാസികളാകാതെ വിശ്വാസിയായിട്ട് തീരുക എന്നത് പറഞ്ഞ് അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായുള്ള വേദഭാഗമാണ് അവിടെ കാണാനിടയാവുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്നൊരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു പോവുകയും കല്ലറയുടെ ഇടയിൽ ബന്ധിച്ചിട്ടിരുന്നതായുള്ളവൻ ചങ്ങലകളൊക്കെ ഉരുമ്മി അത് അടർത്തിക്കളയുകയും വിവസ്ത്രനായി അവിടെയൊക്കെ നടക്കുകയും ചെയ്യുന്നതായുള്ള സാഹചര്യത്തിൽ കർത്താവ് അവൻ്റെ ഭൂതബാധയെ ശാസിക്കുന്നതായിട്ടും അവനെ സ്വസ്ഥമാക്കുന്നതായിട്ടും, നീ പോയി നിനക്ക് ഉള്ളവരുടെ അടുക്കൽ ദൈവം നിനക്ക് ചെയ്തത് അവരോട് പറക എന്ന് പറഞ്ഞ് യേശു അവനെ അയക്കുന്നതായിട്ടും നാം വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. അവൻ പോയി ദെക്കപ്പൊലി നാട്ടിലൊക്കെയും കർത്താവ് തനിക്ക് ചെയ്തതെല്ലാം പ്രസ്താവിച്ചു തുടങ്ങി എന്നാണ് നാം വായിച്ചവിടെ മനസ്സിലാക്കുന്നത്. ആ സമീപത്തുള്ള 10 പട്ടണങ്ങളിൽ പോയി യേശു ചെയ്തതായുള്ള കൃപകളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്ന ഒരു സന്ദർഭമാണ്. അതിനുശേഷമാണ് നാം വായിക്കുന്നതായുള്ള ഈ വേദഭാഗത്തെ നമുക്ക് കാണാനിടയാവുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗങ്ങൾ വായിച്ചാൽ യേശു യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് പോകുന്ന യാത്രയുടെ മധ്യത്തിലാണ് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നത് എന്നത് കാണാനിടയാവും. ആ യാത്രയുടെ മധ്യത്തിൽ ഇത് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്, ഇടയ്ക്കുള്ളൊരു സംഭവമായിട്ട് മാറുകയാണ്. രണ്ടിലും സ്ത്രീകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രണ്ടുപേരും 12 സംവത്സരം ഈ ലോകത്തിൽ ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തസ്രാവമുള്ള സ്ത്രീ 12 സംവത്സരമായി രോഗബാധിതയായിട്ട് കഴിയുന്നു. 12 വയസ്സുള്ളതായുള്ള ബാലിക ജീവനിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുന്നതായുള്ള സാഹചര്യത്തിൽ യേശു അതിനെ കാണുവാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു അഖിലാണ്ടത്തിൻ്റെ ഉടയനായുള്ള ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നതായുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ആ കർത്താവ് ഒരു മനുഷ്യ ജീവിതം പോലും വേദനിക്കുന്നതിനായിട്ടോ കഷ്ടപ്പെടുന്നതിനായിട്ടോ ദീനമായി കിടക്കുന്നതിനായിട്ടോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അതിൽ നിന്നൊക്കെ സൗഖ്യം നൽകുന്നതിനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്ന് കർത്താവെ പറയുന്നതല്ല വേദഭാഗം ഇതിനോട് ചേർത്ത് വായിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഇന്ന് മെഡിക്കൽ മിഷൻ സെൻ്റർ കൂടിയാണ്. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിഭാജ്യ ഘടകമായിട്ട് തീർന്നിട്ടുള്ളതാണ് രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറയുന്നതായുള്ള ശുശ്രൂഷ. നമുക്ക് ചില ആശുപത്രികളൊക്കെ ഉണ്ട് എന്നത് ഒരു ഭാഗത്ത് കാണുവാൻ കഴിയുമെങ്കിലും എവിടെയൊക്കെ സുവിശേഷമായിട്ട് പോയോ
എവിടെയൊക്കെ ജനങ്ങളെ കാണുവാനായിട്ട് ഇടയായി തോന്നുന്നു, അവർക്ക് അസുഖം ബാധിക്കുന്നതായുള്ള അവസ്ഥയിൽ എങ്ങനെ സൗഖ്യമാക്കി തീർക്കുവാനായിട്ട് കഴിയും എന്ന് ചിന്തിച്ചതായുള്ള സുവിശേഷ പ്രവർത്തനത്തെ സഭയിൽ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യ ജീവിതത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ജീവനും ഒക്കെ നൽകുവാൻ താല്പര്യപ്പെടുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജനങ്ങൾക്ക് നൽകുവാനായിട്ട് നമ്മളുടെ ഈ സഭ ആഗ്രഹിച്ചു എന്നത്ര കാണാനായിട്ട് ഇടയാവുന്നത്. ഇത് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ തന്നെയല്ല നിർവഹിക്കപ്പെടേണ്ടത്, നമ്മളുടെ ജീവിതത്തിനിടങ്ങളിൽ ചെയ്യേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ഇന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നാം വായിച്ച് കേൾക്കുകയുണ്ടായി, നിങ്ങൾ ഒരുവൻ ദീനമായി കിടന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുവൻ ദീനമായി കിടന്നാൽ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വന്ന് അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയണം, വിശ്വാസത്തോടുകൂടി അവൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമാണ് സൗഖ്യം നൽകുന്നത് എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന അവസരത്തിൽ തന്നെ ദൈവിക പ്രവർത്തനത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പങ്കാളിത്തത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇടവക മിഷനും സേവികാ സംഘമൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്നത് ഞാൻ കരുതുന്നു. എന്നാൽ ആവശ്യമായിരിക്കുന്നത് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കൂടി വരുന്നതായുള്ള ആളുകൾ വിശ്വാസത്തോടു കൂടി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആളുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തരും. ദൈവത്തിന് ഇത് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുവന് വേണ്ടി സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മിൽ തന്നെ അന്തർലീനമാക്കി തന്നിരിക്കുന്നതായുള്ള ഒരു പ്രവർത്തനമാണ്, ദൗത്യമാണ്. നിറവേറ്റുവാൻ നമുക്കിടയാവണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെ വരുന്ന അവസരത്തിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് സൗഖ്യത്തിന് വേണ്ടി യാചിക്കാറുണ്ട് എന്നതെനിക്കറിയാം. ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടറെ കാണിക്കും, അതെല്ലാം ഒരു വ്യവസ്ഥ നടക്കുന്ന അവസരത്തിൽ തന്നെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നതായുള്ള പ്രാർത്ഥന ഓരോ മാതാപിതാക്കളുടെയും ജീവിതത്തിലുണ്ട്. കുഞ്ഞെ സൗഖ്യമാകണം. ഇത് നമ്മെക്കുറിച്ചും നമ്മളുടെ മക്കളെക്കുറിച്ചും മാത്രമല്ല, മറ്റുള്ളവരെക്കുറിച്ചും ആ ഒരു താല്പര്യം നമ്മളുണ്ടാവണം. ആരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദീനമായി കിടക്കുവാനായിട്ട് ഇടയാവരുത്. സൗഖ്യം പ്രാപിക്കണം. സൗഖ്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദൈവകരങ്ങൾ വിനിയോഗിക്കപ്പെടുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മറക്കരുത്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ കഴിപ്പാനായിട്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. 2-3 ചെറിയ കാര്യങ്ങൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നതിനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെ സമർപ്പണ ശുശ്രൂഷ തുടർന്ന് ഉണ്ടായിരിക്കും. നമ്മളുടെ ആരാധനയിൽ 2 കാര്യങ്ങൾ അവിഭാജ്യ ഘടകങ്ങളായിട്ടുണ്ട്. ഒന്ന്, കുമ്പസാര പ്രാർത്ഥന. നമ്മളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒക്കെ അറിയുന്നതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അറിഞ്ഞും അറിയാതെയും വിചാരങ്ങളുടെ, വാക്കുകളുടെ, പ്രവർത്തനങ്ങളുടെ ദൈവത്തിന് വിപരീതമായി ചെയ്തു പോയിട്ടുള്ളതെല്ലാം ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന ഇന്നും അതുണ്ട്. ഇതൊരു ചടങ്ങായിട്ടല്ല തീരേണ്ടത്, പിന്നെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നൊരു അനുഭവമായിട്ട് തീരണം. 2, വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ തുറന്നുള്ളതായുള്ള ഭാഗത്ത് ആദ്യം നമ്മൾ നിർവഹിക്കുവാനായിട്ട് പോകുന്നത് കയ്യസൂരിയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അനുരഞ്ജനത്തിൻ്റേതായുള്ള ശുശ്രൂഷ ഉണ്ടാവണം. എ റെക്കൺസൈൽഡ് ആൻഡ് എ റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. ഇത് സാധിക്കുമോ? ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ്
അനുരഞ്ജനത്തിൻ്റെ ആദ്യത്തെ ഘടകമാണ്. ക്ഷമിക്കുന്നതിനായിട്ട്, മറക്കുന്നതിനായിട്ട് നാം മനസ്സ് വയ്ക്കണം, താല്പര്യമുള്ളവരായിട്ട് തീരണം. വിച്ച് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് പറയാനായിട്ട് എളുപ്പമാണ്. എന്നാൽ മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് ഓരോ ആരാധനയിൽ നാം കേൾക്കുന്നതായുള്ള അവസരത്തിൽ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, മകനെ, മകളെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുവാൻ വിശ്വാസ സമൂഹത്തിൽ സാധ്യമായിട്ട് തീരണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുന്നതിനായിട്ട് ഇടയാവണം. അന്യോന്യം നിരക്കുന്നതായുള്ള അനുഭവം, അനുരഞ്ജനത്തിൻ്റെതായുള്ള ശുശ്രൂഷയാണ് രണ്ടാമതേ വരുന്നത്. റെക്കൺസൈൽഡ് ആൻഡ് റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി. ദൈവം നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അനുരഞ്ജനത്തിലൂടെ അനുരഞ്ജനം പ്രാപിച്ചതായിട്ടുള്ള ദൈവമക്കളാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതായുള്ള മകനെ പോലെ ദൈവസന്നിധിയിൽ ചേർന്ന് തന്നെ ദൈവത്തോടെ പറയുന്നതിനായിട്ട് സാധിക്കണം. ദൈവമേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതിനായിട്ടുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുന്നത് ദൈവസന്നിധിയിൽ അനുരഞ്ജനപ്പെട്ട ഒരു സമൂഹമായിട്ട് തീരുന്നതിന് മാത്രമല്ല, അന്യോന്യം അനുരഞ്ജനമുള്ളവരായിട്ട് തീരുന്നതിനായിട്ടാണ്. മറ്റൊരാളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നൈസർഗികമായിട്ട് ദൈവം നമ്മെ ദിനംതോറും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണത്. നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം ദാനമായിട്ടൊരു പൈതലിനെ നൽകുന്നു. സന്തോഷമാണ്. എന്നാൽ ആ പൈതലാണ് പിന്നെ നിശ്ചയിക്കുന്നത് എപ്പോഴായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഉണരേണ്ടത്. അത് പോട്ടെ, നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ കുഞ്ഞ് വരുന്നതായുള്ള അവസരത്തിൽ ആദ്യത്തെ കുഞ്ഞിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു കുഞ്ഞാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ സൗന്ദര്യപ്പിണക്കം തുടങ്ങും. അമ്മയ്ക്ക് എന്നോടാണോ എൻ്റെ സഹോദരനാണോ ഇഷ്ടം? രണ്ടുപേരെയും ഒന്നിച്ച് നിർത്തി രണ്ടുപേരും മക്കളാണ് എന്നുള്ള ചിന്തയോടുകൂടി ദൈവസേനയെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. ആക്സെപ്റ്റ്. ഒരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ സ്നേഹം തീർന്നു പോയിട്ടില്ലല്ലോ, പിന്നെങ്ങനെ എനിക്ക് എന്നോടാണ്, എൻ്റെ സഹോദരനോടാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമെന്ന് പറയാൻ സാധിക്കുന്നത്? എൻ്റെ അമ്മയാണ്. ഷീ ലവ്സ് മീ. ദിസ് ഐ നോ. മാതാപിതാക്കളോട് ചോദിച്ചാൽ പറയും എല്ലാവരും മക്കളാണ്. അവരവരുടെ അനുഭവത്തിൽ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവരോട് പറയുന്നത് എല്ലാ മക്കളും ഞങ്ങളുടെ മക്കളാണ്. There is no difference between the first and the second or the third. ദാമ്പത്യ ജീവിതത്തിലെ പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാനായുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളിൽ എത്രയോ വിഭിന്നമായിട്ടുള്ള ഒരാളാണ് ജീവിതത്തിലേക്ക് വരുന്നത്, ജീവിതത്തിൻ്റെ സഖിയായിട്ട്, പങ്കാളിയായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ദൈവസ്ഥലത്തിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ പങ്കാളിയോട് ക്ഷമിച്ചിട്ടല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ? രണ്ടുപേർക്കും, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും എത്രയോ വ്യത്യസ്തമായുള്ള സ്വഭാവമാണ് കാണപ്പെടുവാനിടയാകുന്നത്. അവിടെ നിരപ്പിൻ്റേതായ ഒരു ആത്മാവിനെ ഭരിക്കുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാതെ ആയുസ് പര്യന്തം ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കാതെ ജീവിക്കുന്നതായുള്ള രീതിയാണ് നമുക്കുള്ളത്. ഇന്ന് ഈ കാലഘട്ടത്തിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്.
എന്നാൽ ദാമ്പത്യ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അക്സെപ്റ്റ് ദി അതർ. എങ്കിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുടെ ദൈവജനത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ വേദനിക്കുന്ന ആരാണെങ്കിലും, നീറിപ്പകയുന്നതാളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാളുടെ വ്യക്തി ആരാണെങ്കിലും, പുരുഷനോ സ്ത്രീ ആയിക്കൊള്ളട്ടെ, ധനവാനോ പാമരനോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ്. നിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖം, നിൻ്റെ വ്യഥ എൻ്റെ വ്യഥ, നിൻ്റെ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള ജനമായിട്ട് തീരണം. നമ്മളുടെ അയൽവക്ക ജീവിതത്തിൽ തന്നെ നമ്മൾ അറിയുന്നതായുള്ള ആളുകൾ, അറിയാത്തതായുള്ള ആളുകൾ, നമ്മുടെ സ്വഭാവത്തോടെ ചേർന്ന് വരുന്നതായുള്ള ആളുകൾ, അതിന് നേരെ വിപരീതമായിട്ടിരിക്കുന്നതായുള്ള ആളുകൾ ആരാണെങ്കിൽ തന്നെ അവരെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. ദൈവത്തിന് ആരെയും വേണ്ടാതില്ല, എങ്കിൽ ദൈവജനത്തിനും വേണ്ടതില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഒരാൾ പറഞ്ഞ പോലെ ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളുമില്ല, മരുമക്കളുമില്ല. വേണ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ, സ്വന്തമാണ്. അങ്ങനെ നമ്മളുടെ നെയ്ബേഴ്സിനെ, നമ്മളുടെ അയൽവക്കക്കാരെ സ്നേഹിക്കുന്നതിനായിട്ടും ചേർക്കുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരും. അനുരഞ്ജനം നമ്മെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഈ അനുഭവത്തിലേക്കാണ് ദൈവനമ്പുരാൻ നമ്മെ പ്രവേശിപ്പിക്കുന്നത്. സകലതും പുതുതായിട്ട് തീർന്നിരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായുള്ള മക്കളും ഇന്ന് കുർബാനയിൽ വന്ന് പങ്കെടുക്കുന്നതായുള്ള എല്ലാവരും തന്നെ മാമോദിസ ഏറ്റതായിട്ടുള്ള ആളുകളാണ്. എന്താ അതിൻ്റെ അർത്ഥം? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. നാം പുതു സൃഷ്ടിയായിട്ട് തീരുകയാണ്. അതിൻ്റെ ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. റെക്കൺസൈൽ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം രൂപാന്തരപ്പെട്ട അനുഭവത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചതായുള്ള പാഠങ്ങൾ. തൻ്റെ അടുത്ത് കൊണ്ടുവന്ന പക്ഷവാത രോഗിയോട് യേശു ആദ്യം പറയുന്ന, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, നീ നിൻ്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ ബെഥെസ്ദാ കുളക്കരയിൽ കിടക്കുന്നതായുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് യേശു പോകുന്നുണ്ട്. അവിടെ ആ കുളത്തിൽ വെള്ളം ഇളകുന്നതായിട്ടൊരവസ്ഥയുണ്ട്. അന്നേരം ആദ്യം ആരാണോ അതിലേക്ക് ചാടുന്നത് അവർക്കാണ് സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുളക്കരയിൽ കിടക്കുന്നതായുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്ത, എന്നെ ആരും സഹായിക്കുവാനായിട്ടില്ലല്ലോ, എനിക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി സൗഖ്യം പ്രാപിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. യേശു അവന് വെളിവാക്കി കൊടുക്കുന്നത് ഈ വെള്ളത്തിൽ ഇറങ്ങി സൗഖ്യമാകുക മാത്രമല്ല, ദൈവത്തിനല്ലാതെ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അതുകൊണ്ട് നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം, വെള്ളത്തിൽ ഇറങ്ങണ്ട. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയെ കേൾക്കുന്നതായുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. തീഷ്ണതയോടുകൂടി ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരുമ്പോൾ പ്രാർത്ഥനകളെ കേൾക്കുന്നതായാലൊരു ദൈവമാണ് നമുക്കുള്ളത് എന്നത് വിശ്വസിക്കുന്നതിനായിട്ട് സാധിക്കണം. ഇവിടെ ദുർബലമായിട്ടൊരു ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന യേശുവിനെയാണ് കാണാനായിട്ടിടയാകുന്നത്. ദുർബലമായുള്ള ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന യേശു. ഇവിടെ രക്തസ്രാവമുള്ള സ്ത്രീയെ പല വൈദ്യന്മാരെടുത്ത് പോയതായിട്ടുള്ള ആളാണ്. തനിക്കുള്ളതൊക്കെ ചെലവിട്ടതായിട്ടുള്ള ആളാണ്. എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളാണ്. എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതായുള്ള ഒരാളാണ്.
അപ്പോഴാണ് യേശുവിൽ തൻ്റെ വിശ്വാസത്തെ അർപ്പിക്കുവാണ്ടൊക്കെയാണ് അവൾക്കിടയായിട്ട് തീരുന്നത്. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബെൻ വിത്തിങ്ടൺ തേർഡ് ഇപ്രകാരം എഴുതുന്നുണ്ട്, ഗോഡ് ചൂസസ് ടു എക്സ്പ്ലെയിൻ ടു ഹെർ and all that it was not a garment but her faith in him, that it was the means through which she received healing. എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആരാണ് എന്നാണ് യേശു ചോദിക്കുന്നത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ ഒന്ന് തൊട്ടാലെങ്കിലും എനിക്ക് സൗഖ്യം വരും എന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുക എന്ന് മാത്രമല്ല, അത് ഒരു ഫെയ്ത്ത് എക്സ്പ്രഷനാണ്. പുരുഷാരത്തിൻ്റെ ഇടയ്ക്ക് തിക്കി തിരക്ക് വന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് യേശുവിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഇടയാവും, ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ആ ഒരു ചിന്തയാണ് അവളെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. അവൾ തൊട്ടു, യേശുവിൽ നിന്ന് സൗഖ്യമാക്കുന്ന കൃപ തന്നിൽ നിന്ന് പുറത്തേക്ക് പോയി. യേശു അതറിഞ്ഞു, അവൾ സൗഖ്യം പ്രാപിച്ചു. അവളത് ശരീരത്തിൽ മനസ്സിലാക്കി. യേശു അവളെ ന്യായം വിധിച്ച് ഇല്ലാതെയാക്കി തീർക്കുകയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്, ഇന്നും ചിലരുടെ ചിന്തയിൽ അങ്ങനെയൊക്കെയാണ്. ബ്ലീഡിങ് ഉണ്ടാകുന്നതായുള്ള അവസരത്തിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിട്ടുള്ളൊരു സാഹചര്യവും സമ്പ്രദായവും ഒക്കെ നമ്മളുടെ ഇടയിലും ഏറെ കാലം ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. എന്നാൽ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കുവാണ്ടൊക്കെയാണ് നമ്മെ വീണ്ടെടുക്കുന്നതായുള്ള കർത്താവിൻ്റെ പ്രവർത്തനത്തെ ഈ ഭാഗത്തെ കാണുന്നതിനായിട്ടിടയാവണം. യേശു അതുകൊണ്ട് ഈ സ്ത്രീയെ സൗഖ്യമാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വളരെ ദുർബലമായ ശരീരത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടി വന്നതായിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തെ ചൈതന്യമുള്ളതാക്കി തീർക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനത്തെയാണ് ദർശിപ്പാണ്ടൊക്കെയാണ് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. രണ്ടാമത്, യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കുന്നതിലൂടെ, അവളുടെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, 12 വർഷമായി അവൾ രോഗബാധിതയായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 12 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ ഒരു ലക്ഷണമാണ്, 12 ഗോത്രങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ. അതുകൊണ്ട് 12 എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ അർത്ഥമുള്ളതായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ളൊരു വാക്കാണ്. അവൾ സമ്പൂർണമായിട്ടും രോഗിയാണ്, ബാധയുള്ളവളാണ്, ക്ഷീണിച്ചതായിട്ടുള്ള ആളാണ്, തനിക്കിനി എങ്ങും ആശ്രയമില്ല എന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള ആളാണ്, തനിക്കിനി ചിലവഴിക്കുന്നതിനായിട്ട് പണവുമില്ല എന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള ആളാണ്. എല്ലാ രീതിയിലും എക്സോസ്റ്റഡായി തീർന്നിരിക്കുന്നതായുള്ളൊരു വ്യക്തി. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവൾ ലോകമെമ്പാടും ഒരു മാതൃകാ ശിഷ്യത്വം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് തന്നോടുകൂടി ഇരിപ്പാനായിട്ട്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അയപ്പാനായിട്ട് എല്ലാം ആഗ്രഹിച്ചു എന്നത് നമ്മെ വായിക്കുന്നു. ഇവിടെ ഇതാ ഈ സ്ത്രീയെയും യേശു സൗഖ്യമാക്കുന്നതായിട്ടുള്ള അവസരം. ഇവിടെ മാത്രമല്ല, ഗദരദേശ ഭൂതഗ്രസ്തനായിട്ടുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമ്പോഴും യേശു പറയുന്നു, നീ പോയി നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ പ്രിയപ്പെട്ട ഇടയിൽ, നിൻ്റെ സ്നേഹിതരുടെ ഇടയിൽ ദൈവം നിനക്ക് എന്താണ് ചെയ്തത് എന്ന് അവരോട് പ്രസ്താവിക്കുക. അങ്ങനെ പുറപ്പെട്ടതായിട്ടൊരു മനുഷ്യനാണ് ദക്കപ്പലി നാട്ടിലെങ്ങും 10 പട്ടണങ്ങളെങ്ങും യേശുവിനെക്കുറിച്ച്, ദൈവപുത്രനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിപ്പാണ്ടൊക്കെ ഇടയായിട്ട് തീരുന്നത്. ദൈവത്തിൽ നിന്ന് ഓരോ അനുഗ്രഹങ്ങളും ഞാനും നിങ്ങളും പ്രാപിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഇതോർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം മാത്രമല്ല ആവശ്യം, പിന്നെയോ ആ ബോധ്യമുള്ള നമ്മെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ശിഷ്യത്വത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കണം. ആ ശിഷ്യത്വം മാതൃകാപരമായുള്ളൊരു ശിഷ്യത്വമായിരിക്കണം എന്നതും കർത്താവ് ആഗ്രഹിക്കുന്നത്.
മറ്റുള്ളവർ ദൗത്യ നിർവഹണത്തെ കാണുക മാത്രമല്ല, നല്ല സാക്ഷ്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാണുവാനായിട്ട് ഇടയാവട്ടെ. എൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായുള്ള അവസരത്തിൽ അവർക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രതി നൽകും. അതോടൊപ്പം തന്നെ കത്തിച്ചതായുള്ളൊരു മെഴുകുതിരിയും കൊണ്ട് നൽകും. കത്തിച്ച മെഴുകുതിരി അവരെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞതായുള്ള കാര്യമാണ്. എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചമായി തീരുവാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രവർത്തനം അവരുടെ മുമ്പാകെ സാക്ഷ്യമായിട്ട് തീരണം. നിങ്ങളുടെ ജീവിതം അവരുടെ മുമ്പാകെ സാക്ഷ്യമായിട്ട് തീരണം. മാതൃകാപരമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുകയാണ്. അവസാനമായി യേശു അവളോട് പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് നാം മനസ്സിലാക്കുന്നത്? It is our response to the faithfulness of God. കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതായുള്ള ദൈവം വിശ്വസ്തനായിട്ട് കാണപ്പെടുന്നു. ആ വിശ്വസ്തനായുള്ള ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി കർത്താവിനെ അനുഗമിപ്പാൻ കോണം നമുക്കും ഇടയായിട്ട് തീരണം എന്നത് നാം ആഗ്രഹിക്കുകയത്രേ ചെയ്യുന്നത്. ഇന്ന് ഒരു ധ്യാന ചിന്തയിൽ ഞാൻ വായിച്ചത് പണ്ടോര ബോക്സിനെ കുറിച്ചാണ്. ഇതൊരു ഗ്രീക്ക് മിത്തോളജിയിലുള്ളതായുള്ള കാര്യമാണ്. പണ്ടോര എന്ന് പറയുന്നത് ഒരു രാജകുമാരിയായ സുന്ദരിയായ ഒരു യുവതിയുടെ പേരാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ സിയൂസ് ദേവൻ എപ്പിമെത്തേസിന് പണ്ടോര കുമാരിയെ സമ്മാനമായിട്ട് നൽകുന്നു. അവൾക്ക് ഒരു സമ്മാനവും കൂടി ഈ സിയൂസ് ദേവൻ നൽകുന്നുണ്ട്. അടച്ചിരിക്കുന്നതായുള്ള ഒരു ഭരണി. അതാണ് അതിൻ്റെ പ്രത്യേകത. പുറമെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അത് അവൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. എന്നാൽ ഏത് സമ്മാനവും നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് തുറന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അവൾക്കും അതുണ്ടായി. അവൾ പറഞ്ഞ് ഈ ഭരണി തുറക്കാനായിട്ട് തന്നെ എനിക്ക് സാധിക്കാതെ, തുറന്നാൽ എന്നാ പറ്റും? അതിനകത്ത് എന്താണ് എന്ന് എനിക്കൊന്ന് കാണണം. പണ്ടോര ബോക്സ് എന്നാണ് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറയുന്നത്, പെട്ടി എന്നാണ് പറയുന്നത്. ഭരണി എന്ന വേറൊരു ട്രാൻസ്ലേഷൻ. എന്നാലും അവൾ തുറന്നതായുള്ള അവസരത്തിൽ അതിനകത്ത് നിന്ന് കുറച്ച് ഈച്ചകൾ, കീടങ്ങൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന കീടങ്ങളൊക്കെ കൊണ്ട് അവൾ പെട്ടെന്ന് അടയ്ക്കുന്നതിനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൾ അടച്ചതായുള്ള അവസരത്തിൽ കുറച്ച് കീടങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു. ആസ് എ റിസൾട്ട് അത് ഈ രാജാവിനെയും രാജകുമാരിയും എല്ലാം കുത്തുന്നതിനിടയായിട്ട് തോന്നി. ഈ കുത്തലേറ്റതായുള്ള ആളുകൾ, രാജകുമാരനും രാജകുമാരിയും, അവർക്ക് വിദ്വേഷമുണ്ടായി, അവർക്ക് സംശയമുണ്ടായി, അവർക്ക് പരസ്പര ബന്ധമുണ്ടായിരുന്നൊക്കെ ഉലച്ചിൽ സംഭവിക്കുവാനായിട്ട് തുടങ്ങി. അതുണ്ടായ അവസരത്തിൽ രണ്ടുപേർക്കും വളരെയധികം ദുഃഖമുണ്ടായി. അപ്പോൾ ഈ ഭരണിയുടെ അടുത്തിരുന്നതായുള്ള രാജകുമാരി കേൾക്കുവാനായിട്ട് ഇടയാകുന്നു, നീ എന്നെ ഒന്ന് തുറന്നു വിട്, നിൻ്റെ പ്രയാസത്തെ ഞാൻ മാറ്റിത്തരാം. അത് വീണ്ടും അത് തുറന്നു. ഓപ്പണിംഗ് ദി പണ്ടോര ബോക്സ് തുറന്നപ്പോൾ ഒരു നല്ല ചിത്രശലഭം പുറത്തേക്ക് വന്നു. അതും ഈ പറഞ്ഞ പോലെ രണ്ടുപേരെയും അവരുടെ ശരീരത്തിൽ പോയൊക്കെ ഇരുന്നു. ആ അവസരത്തിൽ ഈ ചിത്രശലഭം അവർക്ക് നൽകിയത് പ്രതീക്ഷ എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നതായൊരു സ്വഭാവമാണ്. പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുകയല്ല, പിന്നെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ പ്രതീക്ഷയോടുകൂടി ജീവിപ്പാനായിട്ട് ഇടയാവുക എന്നതാണ്. കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് പ്രയാസങ്ങളാണ് ആകുല ചിത്തരായിട്ട് തീരുക, ഭയപ്പെടുക ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ച് വീഴ്ത്തുന്നത്.
എന്നാൽ കാറ്റും കോളും വന്ന് ഈ കടല് തിരമാലകളാൽ വലയുന്നതായുള്ള അവസരത്തിൽ യേശു എൻ്റെ പടകിലുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയുന്നവർക്കാണ് പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുന്നത്. യേശു ശാന്തമാക്കുന്നു. ഇതിനെ അതിജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കും. എനിക്ക് അവനൊരു പ്രത്യാശയുണ്ട്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇവ മൂന്നും നിലനിൽക്കുന്നു. ഈ ലോകത്ത് പ്രത്യാശയോടുകൂടി ജീവിക്കുന്നതിനായിട്ടാണ് ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ കഷ്ടമില്ല എന്ന് ദൈവജനം പറയുന്നില്ല, കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ കഷ്ടതയുടെ നടുവിൽ ആകുലചിത്തരായിട്ട് തരാതെ, ഭയപ്പെടാതെ, ദൈവത്തിൽ ആശ്രയമുള്ളവരായി പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമുക്കിടയായിട്ട് തീരുമോ? ഇതാണ് ചോദിക്കേണ്ടത്. ആഴമേറിയതായുള്ള വിശ്വാസം, ഉറപ്പുള്ളതായുള്ള പ്രത്യാശയുമുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടയായിട്ട് തീരുമ്പോഴാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയാവുന്നത്. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുവാനായിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രയാസങ്ങളുടെയും മധ്യത്തിൽ, എല്ലാ കോളിളക്കത്തിൻ്റെയും മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്നതായുള്ള അനുഭവത്തിൽ ദൈവത്തിലേക്ക് നോക്കി പ്രകാശിതരായി പ്രത്യാശയുള്ളവരായി ജീവിപ്പാനായിട്ട് നമുക്കിടയാകുമ്പോഴാണ് സമാധാനം എന്ന് പറയുന്നത് അനുഭവിപ്പാനായിട്ടിടയാവുന്നത്. ഇന്നത്തെ കുർബാനയിൽ പല ആവശ്യം നമ്മൾ കേൾക്കുന്നതായുള്ളൊരു വാക്കാണ് ദൈവത്തിൻ്റെ സമാധാനം നമ്മളോട് കൂടിയിരിക്കട്ടെ എന്നത്. ആ സമാധാനത്തിൽ ജീവിപ്പാനിടയാവുന്നത് യേശു എൻ്റെ പടകിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. കാൾ ബാർത്ത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തോടെ ഒരാൾ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, നിങ്ങളൊരു പണ്ഡിതനാണ്, എന്നാൽ ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ, ഹി ഈസ് ഇൻ മൈ ബോട്ട്. എൻ്റെ ജീവിതമാകുന്ന പടകിൽ യേശുവുണ്ട്, ഈ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നത് എനിക്കറിയാം. ഈ ഒരു ഉറപ്പോടും വിശ്വാസത്തോടും കൂടി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്കിടയാകുമോ? നമ്മളുടെ ശരീരം ദുർബലമാണ്, അതിനെ ചൈതന്യത്താക്കി തീർക്കുന്നത് ദൈവം തമ്പുരാനാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യഗണങ്ങളായിട്ട് ജീവിപ്പാൻ്റെ കോണം വിളിക്കപ്പെട്ടിരിക്കുന്നു. മാതൃകാപരമായിട്ട് ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരണം. നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടയായിട്ട് തീരണം. വിശ്വാസത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരുന്നതോ ആകുല ചിന്തകളെ നാം അകറ്റുന്നതായുള്ള അവസരത്തിലും പ്രത്യാശയോടുകൂടി ദൈവമക്കളായിട്ട് ജീവിക്കാനായിട്ട് ഇടയാകുമ്പോഴുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നവരായി, നിൻ്റെ സാന്നിധ്യം ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരായി, നിന്നിൽ വിശ്വസിക്കുന്നവരായി, നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരായി നമുക്കെല്ലാവരും കാണപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, വലിയ സ്നേഹത്തിൻ്റെ നിദർശനം നിൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള യേശുവിൽ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തിട്ടുള്ളതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ശരീരം ദുർബലമാകുന്നതായുള്ള അവസരത്തിൽ അതിനെ ചൈതന്യവത്താക്കി തീർക്കുവാൻ്റെ കോണം ഞങ്ങളുടെ ജീവിതത്തെ തൊടുന്നതായുള്ള ദൈവം നീയാകുന്നുവല്ലോ. സൗഖ്യമാക എന്ന നിൻ്റെ ശബ്ദം കേൾക്കുവാൻ്റെ കോണം ഇടയാക്കണമേ. നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നിന്നെ അനുഗമിപ്പാനായിട്ടാകുന്നു. മാതൃകാപരമായി നിന്നെ അനുഗമിപ്പാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ വിശ്വാസമുള്ളവരായുള്ള ഞങ്ങൾ ഓരോരുത്തരും നിന്നിൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവിപ്പാൻ്റെ കോണം ഇടയാക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുമ്പോൾ ഞങ്ങളെ സ്വർഗീയമായുള്ള അനുഗ്രഹങ്ങൾക്ക്, സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിന് അവിടുന്ന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നുള്ള ബോധ്യം കൊണ്ട്
ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.